ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈവസി ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉള്ള പ്രൈവസിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പല സമയത്തും ഈ കമോഡ് ചെയർ പ്രൈവറ്റായിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് അതിന് ഫസ്റ്റ് വീൽ ഉണ്ടാവില്ല, സെക്കൻഡ് താഴെ അതിൻ്റെ ബൗൾ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് ടോയ്ലറ്റിൽ പോകുക എന്നുള്ളത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളെ ഇരുത്തുന്നു, ബെഡിൽ നിന്ന് കൊണ്ടുവരുന്നു, ടോയ്ലറ്റിൽ ഇരുത്തുന്നു, അത് കഴിഞ്ഞ് ഞാൻ ഡോറ് ക്ലോസ് ചെയ്യുന്നു, ഞാൻ പോകുന്നു. എന്നിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വാഷ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്ക് തിരിച്ച് ബെഡ്റൂമിലേക്ക് പോകുന്നു. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് പ്രൈവസി, അവൻ്റെ ഇൻറ്റിമസി ഇതാവാത്ത, അത് പ്രത്യേക സ്വന്തം മക്കളാണെങ്കിൽ പോലും. അത് കഴിഞ്ഞ് നിങ്ങളെ കുളിപ്പിക്കണമെങ്കിൽ എനിക്കിവിടെ കൊണ്ടുവരാം, ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ കുളിപ്പിക്കാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളവിടെ ഇരുത്താൻ പറ്റുവാണെങ്കിൽ അവിടെ സീറ്റുണ്ട്, ആ സീറ്റിൽ ഇവിടെ നിങ്ങൾക്ക് പിടിച്ച് എണീക്കാൻ പറ്റുവാണെങ്കിൽ എണീക്കാം. സ്വന്തമായിട്ട് എണീച്ച് നോക്കിയേ, ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ. ഞാനിത് ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ലോക്സ് ഉണ്ട്, 4 ലോക്ക് ഉണ്ട്, ലോക്ക് ചെയ്യാൻ പറ്റും, ഫുള്ളി ലോക്കബിളാണ്. 4 ലോക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, കുളിക്കാം. അല്ല, ഇത് പ്രായമായ ആൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ പൂർണ്ണമായിട്ടും ഇങ്ങനത്തെ ഒരു ബാത്റൂം, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാണ്. കാരണം വെച്ചാലേ സാറ് അഷഫായി നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ കുളിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ സ്ലിപ്പായി താഴെ വീഴാനുള്ള പോസിബിലിറ്റീസ് ഏറ്റവും കൂടുതൽ ഫോള് സംഭവിക്കുക ബാത്റൂമിലാണ്. ആ സ്റ്റൂളിനൊരു പ്രത്യേകത ഉണ്ട്. ആ സ്റ്റൂള് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ ഹൈറ്റ് ഡിഫറൻഷ്യൽ ഹൈറ്റിൽ പോലും സ്റ്റേബിളായിട്ട് നിൽക്കും. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സെയിം ഹൈറ്റിലല്ല, കുറച്ച് സാഡൽ സീറ്റ് എന്ന് പറയും നമ്മൾ അങ്ങനെ ആക്കിയിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ സെയിം ഹൈറ്റിലാക്കാം, കുറയ്ക്കാം, കൂട്ടാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഷവറിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്ന, അതിൻ്റെ കാലുകൾ നമ്മളൊരു എലിഫന്റ് ലെഗ്സ് ആണ്. അപ്പോൾ നല്ല ഒരു സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയലാണ് ഇത്. കംപ്ലീറ്റും നമുക്ക് ഡിസ്മാൻറ്റ് ചെയ്ത് കാറിലിട്ട് കൊണ്ടുപോകാം എവിടെ വേണമെങ്കിലും. അപ്പോൾ കൊണ്ടുപോകാനും പറ്റും. ഷവർ സ്റ്റൂൾ നമസ്കരിക്കാനും വീട്ടിൽ എല്ലാത്തിനും മൾട്ടിപർപ്പസ് സ്റ്റൂളാണ്. പക്ഷേ പുതിയ ഷവർ സ്റ്റൂൾ ബിക്കോസ് അലൂമിനിയം ആണ്. അപ്പോൾ നമ്മൾ കാണാത്ത എത്രയോ പ്രോഡക്റ്റുകൾ അല്ലേ, ഇതൊക്കെ എത്രയോ ആളുകൾ എനിക്ക് തോന്നുന്നു പ്രായമായ വീട്ടിലൊക്കെ ഇതൊക്കെ വേണം. പ്രായമാകുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മളെ മുടി ചെയ്യുക എന്നുള്ളത് നമ്മളത് ഓൺ എക്സ്പീരിയൻസാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഹാൻഡ് മൂവ്മെൻറ്റ്, ഇപ്പോൾ എൻ്റെ മദറിൻ്റെയൊക്കെ പ്രശ്നം ഹാൻഡ് മൂവ്മെൻറ്റ് ഭയങ്കര റെസ്ട്രിക്റ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊതുക് കടിച്ചാൽ അവർക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ കോമ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്രയും ഹാൻഡ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള മുടി കോമ്പ് ചെയ്യാൻ പറ്റണം. എനിക്ക് മുടിയില്ല, പക്ഷേ മുടി ഉണ്ടെങ്കിൽ. അപ്പോൾ ആക്ച്വലി ഹാൻഡ് മൂവ്മെൻറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടുന്ന, ഈ ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ചെറിയൊരു മൂവ്മെന്റ് വെച്ചിട്ട് ഇത് അതുപോലെ തന്നെ കുളിക്കുന്നതിനാ അല്ല, ഇത് കുളിക്കുന്നതിനും ഉണ്ട്. കുളിക്കുന്നതിന് അവിടെ ഒരു ടൂൾ ഉണ്ട്. ഇത് ഇങ്ങനെ നീളമുള്ള മുടിയൊക്കെ. അതെ, ഇങ്ങനെ. അതെ, എക്സാക്ട്. ഇവർക്ക് ഒരു ടൈം പാസ്, അവരൊരു ഹാപ്പിനെസ്, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് കോംബിങ് ഹെയർ. എനിക്ക് തോന്നുന്നു നമ്മളിതിനെ കാണേണ്ടത് എംപത്തറ്റിക് ആയിട്ട് ഈ പ്രോഡക്റ്റിനെ കാണണം. നമുക്കിപ്പോ കൈയൊക്കെ പൊങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോ ഇതിന്റെ ഇപ്പൊ ഇബാദ് ഭായി ഇങ്ങനെ വെച്ചപ്പോ ചിലപ്പോ അത് വളരെ ആക്റ്റീവായിട്ട് പൊക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ഫീൽ ചെയ്യണം. ഇത് പൊക്കാൻ നിവർത്തിയില്ലാതെ ഇരിക്കുന്ന ഒരു മനുഷ്യന് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഹെൽത്ത് കെയറിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ ഇഗ്നോർ ചെയ്യുന്ന ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് പോലും അത് നിന്ന് കഴിഞ്ഞാലുള്ള ഒരു ഒന്നുമില്ല, കഴുത്തൊന്ന് ഉളുക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ പിന്നെ ഇങ്ങനെ തിരിയണം അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളെ ലൈഫിൽ നമ്മൾ മറ്റേ പടച്ചവന് മറ്റേ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എപ്പോഴും എന്താ ശുക്ർ ചെയ്യണം എന്ന് പറയുന്നില്ലേ. ഓരോരോ കാര്യവും ശുക്ർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചെറിയ കാര്യം പോലും. നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ ആ കിട്ടിയതിന്റെ വില, അതുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും അൺഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയാൻ കാര്യം. അതെ, ഇല്ലാതാകുമ്പോഴേ ഉണ്ടായതിനെയൊക്കെ ഓർക്കുള്ളൂ. എക്സാക്ട്ലി. നമ്മുടെ ഈ ബെഡും ആക്ച്വലി നമ്മൾ തന്നെ അതെ ബെഡ് മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ പാലക്കാട് വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഓൺ ഒരു